ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ്. പക്ഷെ അത്ര സീരിയസ് ടോക്കൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന 7 വലിയ സത്യങ്ങളെക്കുറിച്ച് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. നിങ്ങളൊന്ന് ചുറ്റും നോക്കൂ, വലിയ പണക്കാരെ നോക്കൂ. അവരിൽ പലർക്കും മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് പോലും അറിയില്ലായിരിക്കും. പക്ഷേ അവർ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ട്, അല്ലേ? ചിലർ മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും വലിയ ധനികരായി ജീവിക്കുന്നു. എന്നാൽ മറ്റു ചിലർ മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചിട്ടും ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ കഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ സംഭവമാണോ എന്ന്. സത്യത്തിൽ മാനിഫെസ്റ്റേഷൻ എന്നത് ഒരു പെർഫോമൻസ് ഒന്നുമല്ല. നമ്മൾ കഷ്ടപ്പെട്ട് അഭിനയിച്ച് കാണിക്കേണ്ട കാര്യമില്ല. അത് പുറമേ കാണിക്കേണ്ട ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒന്നാണ്. ഞാൻ മനസ്സിലാക്കിയ 7 വലിയ സത്യങ്ങൾ നിങ്ങളോട് പറയാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കപ്പ് ചൂട് കാപ്പിയുണ്ട്. നിങ്ങൾ ഒരു കപ്പ് ചായയോ കാപ്പിയോ എടുത്ത് റിലാക്സ് ചെയ്യൂ. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒന്നാമത്തെ സത്യം, ജീവിതത്തേക്കാൾ പ്രധാനം ജീവിതാനുഭവങ്ങളാണ്. അതായത് ലൈഫ് എക്സ്പീരിയൻസ് ആണെല്ലാം. പുറത്തെന്ത് നടക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്ത് അനുഭവിക്കുന്നു എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം ആ സംഭവത്തെ നമ്മൾ എങ്ങനെ അനുഭവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നല്ലതും ചീത്തയും സംഭവിക്കാം. പക്ഷേ അതെങ്ങനെ റിസീവ് ചെയ്യണം എന്നത് നമ്മുടെ മാത്രം ചോയ്സാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലെ ഒരു സൂപ്പർ മാർക്കറ്റ് ഒന്ന് സങ്കല്പിക്കുക. അവിടെ 2 പേര് ജോലി ചെയ്യുന്നു. 2 പേരും ചെയ്യുന്ന ജോലി ഒന്നാണ്, ശമ്പളവും ഒന്നാണ്. ഒരാൾക്ക് മുമ്പ് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ജോലി കിട്ടിയതിൽ അയാൾ അതിയായ സന്തോഷത്തിലാണ്. വരുന്ന ഓരോ കസ്റ്റമറെയും അദ്ദേഹം പുഞ്ചിരിയോടെ സ്വീകരിക്കുന്നു. അയാളുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. എന്നാൽ തൊട്ടടുത്ത കൗണ്ടറിലിരിക്കുന്ന ആൾക്ക് ഈ ജോലിയോട് വെറുപ്പാണ്. അയാൾ ഇതിലും വലിയ ജോലി ചെയ്തിരുന്ന ആളാണ്. അയാൾ ദേഷ്യത്തോടെയാണ് ഓരോരുത്തരെയും നോക്കുന്നത്. നോക്കൂ, സാഹചര്യം ഒന്നാണ്, ജോലി ഒന്നാണ്, പക്ഷേ അവരുടെ അനുഭവം 2ആണ്, അല്ലേ? നമ്മൾ ഏത് കണ്ണടയിലൂടെയാണോ ലോകത്തെ നോക്കുന്നത്, ലോകം നമുക്ക് അങ്ങനെയായിരിക്കും. നിങ്ങളുടെ മനോഭാവം ശരിയാക്കിയാൽ ജീവിതം തനിയെ ശരിയാവും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഇന്ന് ജോലിക്ക് പോകുന്നത് അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത് ഏത് മനോഭാവത്തോടെയാണ്? പരാതിയോടെയാണോ അതോ നന്ദിയോടെയാണോ? നിങ്ങളുടെ ജീവിതം ശരിയാക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ആ മനോഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ശരിയാക്കുക. നമ്മൾ ഏത് തരം കണ്ണട വെച്ച് ലോകത്തെ നോക്കുന്നുവോ ആ നിറത്തിൽ ലോകം നമുക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ കണ്ണിലെ ആ ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്താൽ കാണുന്ന ലോകം മൊത്തം മാറും. അതാണ് മാനിഫെസ്റ്റേഷന്റെ ആദ്യത്തെ പാഠം. ഇനി ഞാൻ മനസ്സിലാക്കിയ 2ാമത്തെ സത്യം, നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നമ്മളെപ്പോഴും വിരൽ ചൂണ്ടുന്നത് മറ്റുള്ളവർക്ക് നേരെയാണ്. അവൻ എന്നെ ചതിച്ചു, അവൾ എന്നെ വിഷമിപ്പിച്ചു. പക്ഷെ സത്യം പറയട്ടെ, നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്, നിങ്ങളെ ഏറ്റവും കൂടുതൽ തളർത്തിയത്, നിങ്ങളെ തോൽപ്പിച്ചത് അത് നിങ്ങൾ തന്നെയാണ്. കേൾക്കുമ്പോൾ അല്പം വിഷമം തോന്നാം, പക്ഷെ ഇതാണ് സത്യം. നിങ്ങളുടെ വികാരങ്ങളുടെ കൺട്രോൾ നിങ്ങളുടെ ഉള്ളിലാണ്. നമ്മൾ പറയും, കഴിഞ്ഞ 2 ആഴ്ച എനിക്ക് വളരെ മോശമായിരുന്നു, ഇന്ന ആളെന്നെ വേദനിപ്പിച്ചു എന്ന്. സത്യത്തിൽ ആ 2 ആഴ്ച മോശമാക്കിയത് നിങ്ങളുടെ ചിന്തകളാണ്. മറ്റൊരാൾ നിങ്ങളെ വേദനിപ്പിക്കാൻ നിങ്ങൾ അനുവദിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ സ്നേഹിക്കപ്പെടുമ്പോൾ ലഭിക്കുന്ന ആ സന്തോഷം പോലും യഥാർത്ഥത്തിൽ ആ വ്യക്തിയിൽ നിന്നല്ല വരുന്നത്. നിങ്ങളുടെ ഉള്ളിലെ സ്നേഹത്തെ പുറത്തെടുക്കാൻ ആ വ്യക്തിയെ നിങ്ങളൊരു കാരണമായി ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അതായത് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, സത്യത്തിൽ ആ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ആ വ്യക്തിയെ നിങ്ങൾ ഒരു കാരണമായി ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ പണം വരുമ്പോൾ നിങ്ങൾക്ക് സമാധാനം തോന്നുന്നത് പണം കൊണ്ടല്ല, മറിച്ച് സന്തോഷിക്കാൻ പണത്തെ ഒരു കാരണമായി നിങ്ങൾ കാണുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ കഥ മാറ്റൂ, നിങ്ങളുടെ ജീവിതം മാറും. പുറത്തുള്ള കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്നത് നിർത്തൂ. നിങ്ങളാണ് നിങ്ങളുടെ വികാരങ്ങളുടെ എല്ലാം ഉറവിടം. നിങ്ങളത് മനസ്സിലാക്കുന്ന നിമിഷം നിങ്ങൾ മാറാൻ തുടങ്ങും. ഇനി ഞാൻ മനസ്സിലാക്കിയ 3ാമത്തെ സത്യം പറയട്ടെ. മാനിഫെസ്റ്റേഷനെ നിസ്സാരമായി കാണരുത്. അതായത് ഇതിനെ ഗൗരവമായി കാണുക.
പലരും പറയും, ഓ മാനിഫെസ്റ്റേഷനൊക്കെ സിമ്പിളല്ലേ, ചിന്തിച്ചാൽ പോരെ എന്ന്. ചിന്തിച്ചാൽ മാത്രം പോരാ, അത് നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറണം. ഇത് കേൾക്കുമ്പോൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായിട്ടൊക്കെ തോന്നും. മാനിഫെസ്റ്റേഷൻ എളുപ്പമാണെന്ന് ഞാൻ പറയുമ്പോൾ അത് ഗൗരവമില്ലാത്ത ഒന്നാണെന്ന് അർത്ഥമില്ല. നിങ്ങൾ 30 അല്ലെങ്കിൽ 40 വർഷമായി വിശ്വസിച്ചു പോരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു ആവേശം അല്ലെങ്കിൽ ഒരു സന്തോഷമൊക്കെ തോന്നാം. പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും പഴയ ചിന്തകളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകും, അല്ലേ? നിങ്ങളുടെ ഡെയിലി ലിസ്റ്റിൽ ഒരുപാട് ജോലികളുണ്ടാവും. പക്ഷെ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്താൻ നിങ്ങൾ സമയം മാറ്റി വെക്കാറുണ്ടോ? എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സമയമില്ല, എനിക്കൊന്ന് റിലാക്സ് ചെയ്യാൻ സമയമില്ല, എന്നെക്കുറിച്ച് നല്ലത് ചിന്തിക്കാൻ സമയമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പഴയ ജീവിതം തന്നെ ആവർത്തിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ലിസ്റ്റിൽ ശാരീരികമായ പണികൾക്ക് മാത്രമാണ് പ്രാധാന്യം നൽകുന്നത്. നിങ്ങളുടെ മനസ്സിനെ ഒരുക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരും. ഒരു മാറ്റം ഉണ്ടാവില്ല. ആദ്യം നിങ്ങളുടെ ഇന്റേണൽ സ്റ്റേറ്റ്, അതായത് ആന്തരികാവസ്ഥ ശരിയാക്കുക. ബാക്കിയുള്ള ജോലികൾ അതിൻ്റെ തുടർച്ചയായിട്ട് നടന്നോളും. അതായത് ഫിസിക്കൽ വർക്ക് സെക്കൻഡറി ആയിട്ട് കാണുക. ദിവസവും കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് മാറ്റിവെക്കുക. രാവിലെ എഴുന്നേറ്റാൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂർ നിങ്ങൾ ആരാണെന്നും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും ഉറപ്പിച്ചു പറയുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു രാജാവിനെ പോലെയോ റാണിയെ പോലെയോ കാണുക. ഇനി ഞാൻ മനസ്സിലാക്കിയ 4ാമത്തെ സത്യം, എന്തെങ്കിലും നടക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. അതായത് എന്തെങ്കിലും മാറുന്നില്ലെങ്കിൽ മാറ്റേണ്ടത് നിങ്ങളെയാണ്. എൻ്റെ മാനിഫെസ്റ്റേഷൻ എന്താ വൈകുന്നത്, എന്താ ഒന്നും നടക്കാത്തത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് ഡിലേ ഒന്നിന്നില്ല. നമ്മൾ തന്നെയാണ് നമുക്ക് ഡിലേ ഉണ്ടാക്കുന്നത്. അതായത് എൻ്റെ മാനിഫെസ്റ്റേഷൻ വൈകുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ വൈകുന്നു എന്ന കഥയാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. കണ്ണാടിയുടെ പ്രതിബിംബം ചിരിക്കണമെങ്കിൽ ആദ്യം ആര് ചിരിക്കണം? നമ്മൾ ചിരിക്കണം. നിങ്ങൾ ഗൗരവത്തിൽ നോക്കിക്കൊണ്ട് കണ്ണാടിയിലെ ആളെന്താ ചിരിക്കാത്തത് എന്ന് ചോദിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? എൻ്റെ ബിസിനസ് വളരുന്നില്ല, എനിക്ക് പണമില്ല എന്ന് നിങ്ങൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ കണ്ണാടിക്ക് അത് തന്നെ കാണിച്ചു തരാനേ കഴിയൂ. ഇന്ന് മുതൽ കഥ മാറ്റൂ. എൻ്റെ ബിസിനസ് വളരുകയാണ്, എല്ലാം ശരിയായ രീതിയിൽ നടക്കുന്നു എന്ന് പറയാൻ ശീലിക്കൂ. കണ്ണാടിയിൽ മാറ്റം കാണുന്നത് വരെ കാത്തിരിക്കരുത്. മാറ്റം നിങ്ങളിൽ തുടങ്ങട്ടെ. ഇനി 5ാമത്തെ സത്യം, നിങ്ങൾ നിങ്ങളുടെ ലേബലുകളല്ല. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഉടനെ നമ്മൾ നമ്മുടെ പഴയ കഥകൾ പറയും. ഞാനൊരു പാവപ്പെട്ടവനാണ്, അല്ലെങ്കിൽ എനിക്ക് അസുഖമാണ്, അല്ലെങ്കിൽ ഞാൻ പണ്ട് പരാജയപ്പെട്ടവനാണ്. ഇതൊക്കെ നമുക്ക് തന്നെ ഇട്ടുകൊടുത്ത ലേബലുകളാണ്. നിങ്ങൾക്ക് ഇന്ന് തന്നെ പുതിയൊരു മനുഷ്യനായി ജീവിക്കാൻ കഴിയും. നിങ്ങളുടെ പഴയ കഥകൾ ഇന്ന് ഇവിടെ വെച്ച് നിർത്താം. പലരും ലൈഫിൽ വലിയ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ കഷ്ടപ്പാടുകളാണ് നിങ്ങളെ ദൈവത്തിലേക്കോ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിലേക്കോ എത്തിച്ചത്. അതുകൊണ്ട് ആ പഴയ അനുഭവങ്ങളോട് നന്ദി പറയുക. ആ അനുഭവങ്ങൾ തന്ന പാഠങ്ങൾ വെച്ച് പുതിയ സ്റ്റോറി എഴുതി തുടങ്ങും. പ്രപഞ്ചം നിങ്ങളെ സഹായിക്കാൻ കൂടെ ഉണ്ടാവും. ഇനി ഞാൻ മനസ്സിലാക്കിയ 6ാമത്തെ സത്യം, നിങ്ങളെ സ്നേഹിക്കാനുള്ള ശ്രമം തന്നെയാണ് ഏറ്റവും വലിയ സ്നേഹം. നിങ്ങൾ സ്വയം സ്നേഹിക്കുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് എന്തിനാ? നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയല്ലേ? നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ? അതൊരു വലിയ കാര്യമാണ്. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ദിവസവും പുസ്തകങ്ങൾ വായിക്കുകയും വീഡിയോകൾ കാണുകയും ചെയ്യുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ എത്രമാത്രം സ്നേഹിക്കും? ആ സുഹൃത്ത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത്. അതുകൊണ്ട് എനിക്ക് എന്നെ സ്നേഹിക്കാൻ അറിയില്ല എന്നിനി പറയരുത്. നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അതെ, സ്നേഹം നിങ്ങളോട് തന്നെ കാണിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയായ കാര്യം തന്നെയാണ്. ഇനി ഞാൻ മനസ്സിലാക്കിയ 7ാമത്തെ സത്യം, നിങ്ങളാണ് താക്കോൽ. അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഞാനിവിടെ വെറും ഒരു വഴികാട്ടി മാത്രമാണ്.
റോഡരികിൽ കാണുന്ന ഒരു സൈൻ ബോർഡ് പോലെ. എനിക്ക് വഴി കാണിച്ചു തരാം, പക്ഷേ യാത്ര ചെയ്യേണ്ടത് നിങ്ങളാണ്. എല്ലാ പരിഹാരങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലല്ല, നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളൊരു അതിശയിപ്പിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ സ്നേഹമാണ്. നിങ്ങൾ ഐശ്വര്യമാണ്. ഈ സത്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ എൻ്റെ കയ്യിലെ കാപ്പി ചൂടാറി തുടങ്ങി. നിങ്ങളോട് സംസാരിച്ചാൽ എനിക്ക് വലിയ സന്തോഷം. ജീവിതം എന്നത് മനോഹരമായൊരു കളിക്കളമാണ്. അവിടെ പരാതിക്കാരനാകണോ അതോ വിജയിക്കണോ എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. പുറത്തുള്ള മാറ്റങ്ങൾക്കായി കാത്തിരിക്കാതെ നിങ്ങളുടെ ഉള്ളിലെ കഥ മാറ്റുക. ലോകം തനിയെ മാറും. നിങ്ങൾ വിചാരിക്കുന്നതിലും വലിയ ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. എല്ലാത്തിനും ഉള്ള സൊല്യൂഷനും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് തിരിച്ചറിയുക. അപ്പോൾ ഇനി ഈ വീഡിയോ ക്ലോസ് ചെയ്തിട്ട് പോയി നിങ്ങളുടെ കാര്യങ്ങൾ നന്നായി ചെയ്യുക. നിങ്ങളെ തന്നെ കെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്